ഇന്നൊരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുതെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. റെഡി ആവണില്ലേ? എവിടെ പോണു? അല്ലേ എവിടെയോ പോണോന്നൊക്കെ പറഞ്ഞേ. നീ റെഡി ആവണില്ലേ? കൊണ്ടുപോകും. അപ്പം ഞങ്ങൾക്ക് ഫോണൊന്നും വീട്ടിൽ നിന്ന് ഇഷ്ടമല്ല. ഞങ്ങൾ നല്ല ഗുഡ് ഗേൾസാണ്. അതിനുള്ളൂ. അപ്പം ഇനി റെഡി ആയിട്ടാണോ? അപ്പം ഞങ്ങൾ റെഡിയായി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമിൽ നോക്കി ട്രെയിൻ എവിടെ കിടക്കുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഓട്ടമായിരുന്നു. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത് മനസ്സിലായത്. കാരണം ഇത് ജനശതാബ്ദിയാണ്, നമുക്കങ്ങനെ സ്ലീപ്പറിലിരിക്കുന്ന പോലെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. കാരണം ഇത് കിങ്ങൂട്ടൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ട്രെയിനിൽ പോകുന്നത് ലോങ് ആയിട്ട്. അപ്പോൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ സ്ലീപ്പറല്ലേ ബുക്ക് ചെയ്തത്, അതിൽ പോകാമെന്ന്. പക്ഷേ ജനശതാബ്ദി ആയിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ ആ ഫ്രണ്ടിനെ കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവയിലേക്ക്. പിന്നെ കിങ്ങൂട്ടനല്ല ചോക്ലേറ്റ്, എനിക്കാണ് ആ ചോക്ലേറ്റ്. ഞങ്ങൾ ആലുവ എത്തിയപ്പോഴത്തേക്കും സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ടൈം തന്നെ അവളോട് ലൊക്കേഷൻ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ലൊക്കേഷൻ നേരെ ഊബർ എടുത്ത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോകുന്നത്. കിങ്ങൂട്ടനെ ട്രെയിനിൽ വെച്ച് തന്നെ കിങ്ങൂട്ടൻ്റെ ഡ്രസ്സൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്യിച്ചു. കാരണം ചൂട് കൂടാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഊബർ ബുക്ക് ചെയ്ത് നേരെ അവളെ കാണാനുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. പിന്നെ അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ 11:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം, ഇതാണ് അവളുടെ വീട്. അപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അവളിങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടു തന്നായിരുന്നു, മാംഗോ ജ്യൂസ്. അവളുടെ ഉമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ട് പോയതാണ്. ഉമ്മച്ചിക്ക് ഇങ്ങോട്ടെന്നെ കാണാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്കാരിയാണ് ഞങ്ങൾ കാണാൻ വന്നത്. ടഹാനിയ എന്നാണ് പേര്. അപ്പോൾ ഞാൻ തത്തൂന്നാണ് വിളിക്കാറ്. പിന്നെ കണ്ടതിൻ്റെ വിശേഷങ്ങൾ പറച്ചിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് അടുത്തായിട്ട് പെരിയാറിൻ്റെ പുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചു. ആദ്യം ലുലുവിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഊബർ വരുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ട് ആ സൈഡിലോട്ട് പുഴ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നല്ല ക്യൂട്ടാണ് തത്തൂനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ കിങ്ങോട്ടം വായി നോക്കി ഇരിപ്പുണ്ട്, ഇത് ആരാ ഒരു പുതിയ കക്ഷി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പുറത്തൊരു പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. വെള്ളം കൂടിയെന്നാണ് തത്തു പറഞ്ഞത്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, പറഞ്ഞ് അറിയിക്കാൻ വയ്യ. കാരണം അടിപൊളിയാണ്. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പുറത്തൊരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി വ്യൂസാണ്. പിന്നെ ഊബർ വന്നു എന്ന് അവള് പറഞ്ഞു. പിന്നെ ഊബർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് നടന്നു. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടാവും. പിന്നെ ഗായ്സ് ഞങ്ങൾ സെക്കൻഡ് വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൈക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി ഗായ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴുള്ള വോയിസ് ഒക്കെ തന്നെ കണക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഊബർ വന്നു, പിന്നെ ഉള്ളത് ലുലുവിലെ വിശേഷങ്ങളാണ്. ലുലുവിലാണ് തത്തുവിൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്. കണക്റ്റിലാണ് പുള്ളിക്കാരനുള്ളത്. അങ്ങനെ തത്തുവിൻ്റെ ഹസ്ബൻഡിനെയും കണ്ടു, പിന്നെ നമ്മളെ നാട്ടുകാരൻ്റെ ചേട്ടൻ്റെയും കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ തത്തുവിൻ്റെ ചേട്ടൻ. ഇതാണ് നമ്മുടെ നാട്ടുകാരനായ ഒരു ചേട്ടൻ. പരിചയപ്പെട്ടു ഹസ്ബൻഡ്. പിന്നെ നേരെ ലുലുവിലെ ഹൈപ്പറിൽ പോയി എന്തെങ്കിലും ഫുഡ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. അവർക്ക് കപ്പയും ബീഫും കണ്ടപ്പോൾ അത് കഴിക്കാൻ നല്ല കൊതിയായിരുന്നു. പിന്നെ കപ്പയും ബീഫും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഡൈനിങ് ഉള്ള ഭാഗത്താണ്. പിന്നെ അങ്ങോട്ട് പോയിരുന്ന് കഴിക്കാനുള്ള വഴിയായിരുന്നു. അവർക്ക് പപ്പ വണ്ടി ഓടിക്കുന്നത് പോലെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിതുപോലെ ട്രിവാൻഡ്രത്തെ ലുലുവിൽ പോകുമ്പോൾ ഇതുപോലെ കാറിൽ കൊണ്ടിരിക്കാറുണ്ട്, അതായത് ചെറിയ വണ്ടിയിൽ. അതുപോലെ അവർക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടവൾ വേറൊന്നില്ലെങ്കിൽ ഈ സാധനത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയി guys. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഈ തറയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം കുട്ടിയുടെ വീടല്ലല്ലോ ഇത്, ടൈലൊക്കെ അല്ലേ. അപ്പോൾ അങ്ങോട്ട് എന്താ ഒരു പിടുത്തവും കിട്ടാത്തുള്ള ഒരു ഇരിപ്പാണ്. പിന്നെ കുറച്ച് നേരം പഴയ പോലത്തെ കഴച്ചിലൊന്നുമില്ല, കുറച്ച് നേരം ഇങ്ങനെ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലിലെ കൊലിസങ്ങ് ഊരിയെടുത്തു ഗൈസ്. ഇത് ലുലുമാളിൽ ഞങ്ങൾ കഴിക്കാൻ മേടിച്ച ഷവർമ്മയാണ്, ഒരു വൈക്ക് കൊള്ളത്തില്ല. കൊള്ളൂല. ഇതും കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പം അടുത്ത ദിവസം അടുത്ത ട്രിപ്പ്. ഇത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഷോപ്പിൻ്റെ പർച്ചേസിങ് ഉണ്ടോ ഇന്നത്തെ കാര്യം, അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ട് പോവാണ്. ഇപ്പം നെക്സ്റ്റ് ഡേ അടുത്ത കറക്കം ഇവിടെ ഇതിൻ്റെ വീടിൽ നിന്ന് കുറച്ചടുത്തായിട്ട് ജങ്കാറുണ്ട്. അപ്പം ഞങ്ങൾ ജങ്കാർ കയറിയാണ് പോയത്, അല്ലെങ്കിൽ ലോങ് ഇത്തിരി കറങ്ങി പോവേണ്ടി വരും. ഒരു കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ എങ്കിലും കാണാൻ അടിപൊളി, ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ജങ്കാറിൽ കയറുന്നത്. ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാനെനിക്ക് ഇങ്ങോട്ടേനൊക്കെ ആയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു സംഭവം ഞാനിങ്ങനെ സിനിമയിൽ കണ്ടിട്ടുണ്ട്, മറ്റേ യമണ്ടൻ പ്രണയകഥ അങ്ങനത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജങ്കാറിലൊക്കെ പോകുന്നത്. അപ്പം ഞാനും ആദ്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളിയായിരുന്നു, കൊള്ളാം. നമ്മൾ ആ പാലത്തിൽ കൂടെയാണ് പോകേണ്ടത്. അത് മടിച്ച് നമ്മൾ ജങ്കാർ വഴി പോയണം. നമുക്ക് ദോ ഗൈസ് അവിടെയാണ് പോകുന്നത്. നമ്മളത് ആപ്പിക്കേണ്ടി എന്തായാലും കൊള്ളാം. ആദ്യത്തെ ഒരു അനുഭവമാണ്, സെറ്റപ്പ് ആയിട്ടുണ്ട്. പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഗൈസ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് മറൈൻ ഡ്രൈവിലാണ്. മഴക്കാറുണ്ട് എങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് സുഖം ഉറക്കമാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങറ്റത്തോടെ നടന്നു. അവിടെ എന്തോ ഒരു ലണ്ടൻ ബ്രിഡ്ജാണ്, അങ്ങനെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്നത്. നൈറ്റ് അടിപൊളിയായിരുന്നു. നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ വെറുതെ ഒന്ന് മറൈൻ ഡ്രൈവ് കറങ്ങാറിങ്ങിയത്. അപ്പോഴേ അവിടെ അറിഞ്ഞത് ഇവിടെ എന്തോ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ദോ അവിടെ നമ്മൾ എക്സ്പോയും കാണാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. രാത്രിയായി, ഇവിടെ എല്ലാം സെറ്റപ്പാണ്, പക്ഷെ കാക്കകൾ മാത്രം പോലെ ശല്യം. പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഞങ്ങൾ വന്നത്. കാരണം ഇതിനകത്തൂടെ കയറാൻ പറ്റില്ല, ആ സൈഡ് വഴിയില്ല. പിന്നെ അപ്പുറത്ത് ഓണമേള എങ്ങാണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയും കുറച്ച് നേരത്തെ ചുറ്റിപ്പറ്റി നടന്നിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങോട്ട് ഞങ്ങൾ ഇതാണ് ഗൈസ് ഞങ്ങൾ കാണാൻ വന്ന സ്ഥാനം. കണ്ടാൽ മാത്രം പോരല്ലോ, എൻ്റെ ഉള്ളിൽ കയറി എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ ഓടുന്ന ഓട്ടമാണ് നിങ്ങൾ കാണുന്നത്. ഓടിയില്ല ഗൈസ്, പതുക്കെ നടന്നു പോയില്ലേ ഉള്ളൂ. അവിടെ പോയപ്പോഴാണ് കണ്ടത് ഗൈസ് നമുക്ക് അതിനകത്തോട്ട് കയറാൻ യോഗമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ടിക്കറ്റിന് 200 രൂപ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ആലോചിച്ച് കയറണ്ട, പരസ്പരം ഫോട്ടോ എടുത്ത് നിൽക്കാം. ഇത് പരസ്പരം ഫോട്ടോ എടുക്കുന്നതല്ല, ഞാൻ ടിക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തത്, അവൾ ആ ബ്രിഡ്ജിൻ്റെ ഫോട്ടോ എടുത്തതുമാണ്. പിന്നെ ഒരു സമാധാനം, പുറത്തു വന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ, അതിനും വേണം ഒരു യോഗം ഇല്ലേ.
ഗൈസ് എൻ്റെ കിങ്ങിനിക്ക് ഞാൻ പാട്ട് പാടി ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറത്തായിട്ട് 40 രൂപയ്ക്ക് ഷാർജയും ഷെയ്ക്കൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. ആ സ്പോട്ടിലോട്ട് പോയി. അപ്പോൾ അവൾക്ക് മോമോസ് കഴിക്കണം. കിട്ടിയ സ്പോട്ടിൽ ഇരുന്ന് തട്ടുവാണ് ഗൈസ്. എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം കറക്കത്തിനെ കുറിച്ച്? നിനക്ക് കിട്ടിയോ? അവർക്കും കിട്ടിയില്ല. അങ്ങനെ ഇന്നത്തെ തെണ്ടൽ കഴിഞ്ഞ് എത്തി. സമയം 9:10. എങ്ങനെ ഉണ്ടായിരുന്നു തെണ്ടക്കം? ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇന്നത്തെ ദിവസവും തീർന്നു. അപ്പോൾ എങ്ങനെ പോവല്ലേ? ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പം ആലോചിക്ക് നമ്മൾ ബൈ ബൈ പറയുന്നു. ഞങ്ങളുടെ നാട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ക്യാമറ കണ്ടാൽ നമ്മൾ അഭിനയിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അഭിനയങ്ങൾ ഇറക്കിയത്. പിന്നെ അവളുടെ ചേട്ടൻ തന്നെയാണ് നമ്മളെ ഡ്രൈവിംഗ് സ്റ്റേഷൻ വരെ കൊണ്ടാക്കിയത്. അവളുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. കൊള്ളായിരുന്നു അവിടെ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ്. പാവമാണ് തത്തുക്കുട്ടി, കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു 2 ദിവസം. കാരണം കറങ്ങി നടക്കലല്ലായിരുന്നു, അപ്പോൾ അടിപൊളിയായിരുന്നു. ഇനിയും 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുകയാണ് ഗായ്സ്. ട്രെയിൻ വന്നില്ല, ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ബാക്കി കാണാം. തിരിച്ചു പോയപ്പോൾ ഭാഗ്യത്തിന് സ്ലീപ്പർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതുപോലെ ഇരുന്ന് യാത്രകളൊക്കെ കാണാൻ പറ്റിയത്. ഇങ്ങോട്ടെൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ടെൻ്റെ സ്നാക്സും കൊടുത്ത് അവിടെ ഇരുത്തി. പിന്നെ കാഴ്ചയും കാണുന്നുണ്ട്, കാറ്റും കിട്ടുന്നത് കൊണ്ട് പുള്ളിക്കാരി സൈലൻ്റ് ആയിട്ടിരുന്നത് ഞങ്ങളും ആൾ സൈലൻ്റ് ആയതുകൊണ്ട് ഞങ്ങളും ഹാപ്പി. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര അവസാനിച്ചു. പിന്നെ കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും കിങ്ങൂട്ടൻ ഒരു കൂട്ടുകാരനെ കിട്ടി. പിന്നെ പുള്ളിക്കാരൻ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കളിയും ചിരി, രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയായിരുന്നു. ആ കൊച്ചുമോനാണെങ്കിൽ കിങ്ങിണിയെ കളിപ്പിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിൽ ചാടുന്നു, ഓടുന്നു, ഭയങ്കര സന്തോഷം. അതൊക്കെ കാണുമ്പോൾ കിങ്ങൂട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നേരത്തെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു. അപ്പോൾ മഴയൊക്കെ കാരണം ഓടിപ്പിടിച്ച് ഞങ്ങൾ വീട്ടിൽ വരികയായിരുന്നു. അപ്പം വീട്ടിൽ എത്തി. അപ്പോൾ എനിക്കിടന്ന് ഉറങ്ങണം. ഇനി ഇതുപോലൊരു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഷോർട്സ് വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോസ് അത്രയേ ഉള്ളൂ. ബൈ.